السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നാട്ടുകാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രബോധന മേഖലയിലെ ഒരു മഹാദൗത്യമാണ് ജില്ലകൾ തോറും നാം സംഘടിപ്പിക്കുന്ന ഹദീസ് സെമിനാറുകൾ. ഇസ്ലാമിക പ്രമാണങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഹദീസുകളെ നിഷേധിക്കുവാനും പരിഹസിക്കുവാനും ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ ശരിയായ വശം പഠിപ്പിക്കുക എന്ന കാലഘട്ടം തേടുന്ന ഈ ദൗത്യത്തിൽ നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി സംഘാടകർ നമ്മയെല്ലാം സമീപിക്കും. എല്ലാ ദിവസവും ധാരാളമായ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ പങ്കിട്ടെടുക്കുക എന്നതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അതിനാൽ എല്ലാവരും ആത്മാർത്ഥമായി ഹദീസിൻ്റെ സംരക്ഷണ മേഖലയിൽ എൻ്റെയും ഒരു വിഹിതമുണ്ടാകട്ടെ എന്ന നിയ്യത്തോടു കൂടി ഇഖ്ലാസോടെ അതിൽ ഭാഗവാക്കാവുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹദീസുകളുടെ പ്രാധാന്യവും അതിൻ്റെ പ്രാമാണികതയുമൊക്കെ കഴിഞ്ഞ സംസാരങ്ങളിലായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. ഇനി എന്നെ ഏൽപ്പിച്ച വിഷയം വിമർശന വിധേയമായ ഹദീസുകൾ എന്നതാണ്. ഹദീസുകൾ വിമർശിക്കാൻ പാടില്ല എന്ന നയമൊന്നുമില്ല. വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. ഹദീസുകൾക്ക് മാത്രമല്ല, വിശുദ്ധ ഖുർആന് നേരെയും വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിമർശനങ്ങളെയും നിരൂപണങ്ങളെയും മറുഭാഗത്ത് നിഷേധങ്ങളെയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്നത്. ന്യായമായതും അല്ലാത്തതുമായ വിമർശനങ്ങൾ ഹദീസുകൾക്ക് നേരെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവയൊന്നും നാം പരിശോധന വിധേയമാക്കുമ്പോൾ അത് ഹദീസ് നിഷേധങ്ങളായിരുന്നില്ല. ഹദീസുകളെ പരിഹസിക്കുവാൻ വേണ്ടിയും ആയിരുന്നില്ല. നേരെ മറിച്ച് വൈജ്ഞാനികമായ ചർച്ചകളായിരുന്നു, നിരൂപണങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ മുഹദ്ദിസുകളായ അതുപോലെ വ്യാഖ്യാതാക്കളായ അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിർവഹിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ പിന്നീട് വന്ന പിഴച്ച സംഘങ്ങൾ, ഉദാഹരണമായി മുഅ്തസില, അതുപോലെ ആ വഴി സ്വീകരിച്ച വ്യത്യസ്തങ്ങളായ കക്ഷികൾ, അവരൊക്കെ പിന്നീട് ഏറ്റെടുത്തത് ഹദീസുകൾ നിഷേധിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു ശ്രമം തന്നെയാണ് അവർ ആരംഭിച്ചത്, തുടക്കമിട്ടത്.
അതൊരിക്കലും ഹദീസ് നിരൂപണങ്ങളായി കാണാൻ നമുക്ക് സാധിക്കുകയുമില്ല. ഇത്തരം പിഴച്ച സംഘങ്ങളിൽ നിന്നാണ് പല ഹദീസുകളെയും തെരഞ്ഞുപിടിച്ച് അതിനെ പരിഹസിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, നിഷേധിക്കുന്ന പ്രവണതകൾ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നത്. അത്തരം ചില വിമർശന വിധേയമായ ഏതാനും ചില ഹദീസുകളെ എന്താണ് വസ്തുത എന്ന് പഠിക്കുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂചിപ്പിച്ചുവല്ലോ, എല്ലാ കാലഘട്ടങ്ങളിലും ഹദീസുമായി ബന്ധപ്പെട്ട വൈജ്ഞാനികമായ നിരൂപണങ്ങൾ, സനദുമായി ബന്ധപ്പെട്ടും മതനുമായി ബന്ധപ്പെട്ടുമെല്ലാമുള്ള അത്തരം ഇൽമിയായ ചർച്ചകൾ, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ മാത്രം ലോകത്ത് ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അറിയപ്പെട്ടിടത്തോളം ആദ്യമായി ആ രംഗത്ത് ഗ്രന്ഥം രചിച്ചത് ഇമാം ദാറഖുത്നി റഹിമഹുല്ലയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അൽ ഇൽസാമാത്ത് വത്തതബ്ബു എന്ന പേരിൽ സ്വഹീഹ് ബുഖാരിയിലൊക്കെ വന്ന ചില ഹദീസുകളെ, അതുമായി ബന്ധപ്പെട്ട ചില വൈജ്ഞാനികമായ നിരൂപണങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചത്. അതൊരിക്കലും ഒരു ഹദീസിനെ എടുത്തുകൊണ്ട് ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നില്ല. ഈ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറയുകയായിരുന്നില്ല. ഈ ഹദീസ് കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്നോ അനുഭവങ്ങൾക്ക് വിരുദ്ധമാണ് എന്നോ പറഞ്ഞ ഒരു സംഭവത്തെ പോലും ആദ്യകാല മുഹദ്ദിസുകളുടെ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത്തരം ചില അടിസ്ഥാനങ്ങൾ ഈ സമൂഹത്തിൽ കൊണ്ടുവന്നത് മുഅ്തസിലിയാക്കളാണ്, അതുപോലെ ഖവാരിജുകളാണ്, ശിയാക്കളാണ്, റാഫിലികളാണ്, ജബരികളാണ്, ജഹ്മികളാണ്, ജഅദികളാണ്, ഖദരികളാണ്. ആ വഴി സ്വീകരിച്ചു പോന്ന പിഴച്ച സംഘങ്ങളാണ്. അതല്ലാതെ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ ഏതൊക്കെ ഹദീസുമായി ബന്ധപ്പെട്ട് വൈജ്ഞാനികമായ നിരൂപണങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ അവിടെയൊന്നും ഈ പറയപ്പെടുന്ന ബേസിൽ നിന്നുകൊണ്ടല്ല അവരാരും സംസാരിച്ചത്. സ്വഹീഹ് ബുഖാരിയിലെയോ സ്വഹീഹ് മുസ്ലിമിലെയോ ഒരു ഹദീസ് എടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് എടുത്തുകൊണ്ട് ഈ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുകയില്ലെന്ന് പറഞ്ഞ ഒരു അഹ്ലുസുന്നയുടെ നേതാവിനെ നൂറ്റാണ്ട് 14 കാണാൻ സാധ്യമല്ല. ഒരു ഹദീസ് എടുത്തുകൊണ്ട് ആ ഹദീസ് ഖുർആനെതിരാണെന്ന് പറഞ്ഞ, ആ ഹദീസ് പ്രാപഞ്ചികമായ സത്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ, ആ ഹദീസ് ഈ കാലഘട്ടത്തിൽ പറയാൻ അനുയോജ്യമല്ലെന്ന് പറഞ്ഞ ഒരു മുഹദ്ദിസിനെ, ഒരു ആലിമിനെ, ഒരു ഇമാമിനെ അഹ്ലുസുന്നയുടെ ചരിത്രത്തിൽ 1400 വർഷങ്ങൾക്കിടയിൽ ഒരാളെപ്പോലും കാണാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. നേരെ മറിച്ച് ചില ഹദീസിന്റെ സനദിൽ വന്ന ചില പരാമർശങ്ങൾ, ചില പേരുകൾ, ചില പദപ്രയോഗങ്ങൾ, അത് ആ പദപ്രയോഗം തന്നെയാണോ വന്നത്, അതല്ല ആ പദപ്രയോഗത്തിൽ ചില പിശകുകൾ സംഭവിച്ചുവോ, ഈ പകരം ഇന്ന പദമാണോ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ, ചില റിപ്പോർട്ടർമാരുടെ പേരിൽ വന്ന വിമർശനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ റിപ്പോർട്ടർമാരിൽ നിന്ന് ഇമാം ബുഖാരി എന്തിനാണ് ഈ ഹദീസ് സ്വീകരിച്ചത്, ഇമാം ബുഖാരി ന്യായം എന്തായിരുന്നു, ആ ന്യായം എത്ര കണ്ട ന്യായമാണ് എന്നൊക്കെയുള്ള വൈജ്ഞാനികമായ ചർച്ചകളെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇമാം ദാറഖുത്നിയുടെ അൽ ഇൽസാമാത്ത് വത്തതബ്ബു എന്ന ഗ്രന്ഥം 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന്, ഇമാം ബുഖാരിയുടെ നിബന്ധന പ്രകാരം ഇനിയും പല ഹദീസുകളും സ്വീകരിക്കാൻ പറ്റിയതുണ്ട്, ഇമാം ബുഖാരി സ്വീകരിക്കാതെ മാറ്റിവെച്ച പലതും സ്വീകരിക്കേണ്ടതായിരുന്നു, സ്വീകരിക്കാൻ യോഗ്യമായതാണ് എന്ന് പറയുന്ന ഭാഗമാണ് ഇൽസാമാത്ത് എന്ന ഭാഗം. തതബ്ബു, ഇമാം ബുഖാരി സ്വീകരിച്ച സ്വഹീഹ് ബുഖാരി കൊണ്ടുവന്ന ചില ഹദീസുകൾ ഇമാം ബുഖാരിയുടെ നിബന്ധന പ്രകാരം ഈ കിതാബിൽ രേഖപ്പെടുത്താൻ യോഗ്യമല്ല, ആ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടതല്ല എന്ന വിമർശനമായിരുന്നു ഇമാം ദാറഖുത്നി തതബ്ബു എന്ന 2ാം ഭാഗത്തിലൂടെ അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ അതിനെല്ലാം ലോകത്ത് പിന്നീട് വന്ന പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞു. അവിടെ ഇമാം ബുഖാരിയുടെ രീതിയാണ് ശരി, അതല്ലാതെ ഇമാം ദാറഖുത്നി പറഞ്ഞ ആ വിമർശനങ്ങൾ, ആ നിരൂപണങ്ങൾ അത് യാഥാർത്ഥ്യമല്ല, ഇമാം ബുഖാരിയുടെ രീതി തന്നെയാണ് സ്വീകാര്യയോഗ്യമായത് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തി. അബൂ അലി റഹിമഹുല്ലയുടെ അത്തംബീഹ് പോലെ കിതാബു
കിതാബു ഇദലുൽ അഹാദീസ് ഫീ കിതാബി സ്വഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥം പോലെ ഉറൽ ഫവായിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഹിജ്റ 300-ൽ 400-ൽ 500-ൽ 600-കളിൽ എല്ലാം രചിക്കപ്പെട്ട ഇത്തരം വൈജ്ഞാനികമായ ചർച്ചാ ഗ്രന്ഥങ്ങളാണ്. അതിനെല്ലാം മറുപടിയായിക്കൊണ്ടും ആ വിഷയത്തിലെ കൃത്യമായ വസ്തുതയെ വിവരിച്ചുകൊണ്ടും ആ കാലങ്ങളിൽ തന്നെ പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതി. അബൂ മസ്ഊദ് ദിമശ്കി റഹിമഹുല്ലാ അൽ അജ്വിബത്തുൽ ഹാഫിൽ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മറുപടികൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയുടെ ആമുഖമായ ഹദിയുസ് സാരി ഇമാം ദാറഖുത്നി റഹിമഹുല്ലാ വിമർശിച്ച 110 ഹദീസുകളെ എടുത്തു വെച്ചുകൊണ്ട് ഓരോ ഹദീസുകളെയും കൃത്യമായി മുമ്പിൽ വെച്ച് ഇമാം ദാറഖുത്നി എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ വസ്തുത എന്താണ് എന്ന് ഓരോ ഹദീസ് എടുത്ത അദ്ദേഹം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഹദിയുസ് സാരി എന്ന ഗ്രന്ഥം. ഇമാം നബവി റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസുകൾക്കെതിരെ വന്ന വിമർശനങ്ങൾക്ക് മാത്രമായി മറുപടി എഴുതി. അജ്വിബത്തുൽ ഇമാം നബവി എന്ന പേരിൽ നമുക്ക് ആ മറുപടികളെ കാണാൻ കഴിയും. അദ്ദിഫാഉ അനിസ് സ്വഹീഹൈനി ദിഫാഉൻ അനിൽ ഇസ്ലാം എന്ന പേരിൽ ആധുനിക കാലഘട്ടത്തിൽ പോലും അത്തരം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നിരൂപണങ്ങൾ, വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് വൈജ്ഞാനികമായ ചർച്ചകളായിരുന്നു. അതിൽ ചില വശങ്ങൾ എടുത്തുകൊണ്ട് ആ റാവി സ്വീകാരനാണോ അല്ലേ, ആ റിപ്പോർട്ടർ സ്വീകാരനാണോ അല്ലേ, ഇമാം ബുഖാരി ഇമാം മുസ്ലിമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചത് ശരിയായോ ഇല്ലേ എന്ന ചർച്ചകൾ, ആ നിലക്കുള്ള വൈജ്ഞാനികമായ പണ്ഡിത ചർച്ചകളാണ് ആ കാലഘട്ടങ്ങളെല്ലാം നടന്നത്. എന്നാൽ പിന്നീട് അതിൽ നിന്ന് മാറി ഇന്ന് സ്വഹീഹ് ബുഖാരിയെയും സ്വഹീഹ് മുസ്ലിമിനെയും എല്ലാം വിമർശിക്കുവാൻ, അത് നിസ്സാരവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളാണ്. ഹദീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പുച്ഛഭാവം, അതിനോടൊരു മറ്റൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അതിനൊരിക്കലും നിരൂപണങ്ങളായി വൈജ്ഞാനിക ചർച്ചകളായി കാണാവതല്ല. അത് നിഷേധങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ സ്വീകരിക്കുന്ന ചില അടിസ്ഥാനങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഅ്തസിലിയാക്കൾ മുതലുള്ള പിഴച്ച സംഘങ്ങൾ സ്വീകരിച്ച് കൊണ്ടുവന്ന അടിസ്ഥാനങ്ങളെയാണ്, തത്വങ്ങളെയാണ് അത്തരം ആളുകൾ ഇന്ന് സ്വീകരിക്കുന്നത്. പല ഹദീസും സ്വീകരിക്കില്ലെന്ന് പറയാൻ ന്യായമെന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ചിലരുടെ മറുപടി. അതല്ലെങ്കിൽ അത് ഖുർആനെതിരാണ്, അതിനാൽ സ്വീകാര്യമല്ല എന്നാണ് മറ്റു ചില ആളുകൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ചിന്ത പോലും അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്തതാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന ഏതെടുത്താലും അതെല്ലാം കൃത്യമായ മറുപടികൾ ആദ്യകാലങ്ങളിൽ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഒരു 3-4 ഹദീസുകൾ മാത്രം സമയത്തിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ചർച്ചക്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒന്നാമതായി സ്വഹീഹ് ബുഖാരിക്കെതിരെ വ്യാപകമായി വിമർശനം അടിച്ചുവിടുവാൻ വേണ്ടി, സ്വഹീഹ് ബുഖാരി മുഴുവനും സ്വീകാര്യമല്ലെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പരിഹാസ്യ റിപ്പോർട്ടാണ് കുരങ്ങ് വ്യഭിചരിച്ചു എന്നിട്ട് ആ കുരങ്ങിനെ എറിഞ്ഞു കൊന്നു എന്ന് ബുഖാരിയിലില്ലേ, ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു കുരങ്ങ് വ്യഭിചരിക്കുകയും ആ കുരങ്ങിന്റെ വ്യഭിചാരത്തിന്റെ പിറകെ മറ്റ് കുരങ്ങൾ ചേർന്ന് ആ കുരങ്ങിനെ എറിഞ്ഞുകൊല്ലുകയും ചെയ്തു എന്ന ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ, ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചിലർ ചോദിക്കുന്നു. എന്തിനാ ചോദിക്കുന്നത്? ഇത് സ്വീകരിക്കില്ല എങ്കിൽ പിന്നെ സമാനമായി ഞങ്ങളും പലതും സ്വീകരിക്കില്ല എന്ന് സ്ഥാപിക്കാനാണ്. അപ്പൊ നിങ്ങളും സ്വീകരിക്കാത്തതുണ്ടല്ലോ, നിങ്ങളും ബുഖാരിയിലെ എല്ലാ ഹദീസും സ്വീകരിക്കുന്നില്ലല്ലോ, എങ്കിൽ അത് സ്വീകാര്യമല്ലെങ്കിൽ സ്വഹീഹ് ബുഖാരിയിൽ സ്വീകാര്യമല്ലാത്തത് ഉണ്ട് എന്ന് നിങ്ങളും സമ്മതിക്കലല്ലേ എന്നാണ് ഇത്തരം ആളുകൾ, നിഷേധികൾ ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഉത്തരം എന്താണ്, മറുപടി എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസായി കൊണ്ട് അങ്ങനെ ഒരു കാര്യം സ്വഹീഹ് ബുഖാരിയിൽ ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസായി കൊണ്ട് അങ്ങനെ ഒരു കാര്യം സ്വഹീഹ് ബുഖാരിയിൽ ഇല്ല. സ്വഹീഹ് ബുഖാരി എന്നല്ല, ഒരൊറ്റ ഹദീസ് കിതാബിലും അങ്ങനെ വന്നിട്ടില്ല. അതാണ് ഒന്നാമത്തെ മറുപടി. സ്വഹീഹ് ബുഖാരി ഹദീസ് എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞത്
നബി തങ്ങൾ പ്രവർത്തിച്ചത്, നബി തങ്ങൾ അംഗീകരിച്ചത് അതാണല്ലോ ഹദീസുകൾ. സ്വഹീഹ് ബുഖാരിയിൽ ഹദീസുകൾ മാത്രമല്ല ഇമാം ബുഖാരി ക്രോഡീകരിച്ചത്. ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ഇമാം ബുഖാരി സ്വീകരിച്ച മാനദണ്ഡമല്ല അനുബന്ധമായ ചില സംഭവങ്ങളെ, വ്യാഖ്യാനങ്ങളെ, ചില റിപ്പോർട്ടർമാരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്നിടത്ത് നബി തങ്ങളുടെ ഹദീസ് സ്വീകരിക്കുന്ന അതേ മാനദണ്ഡമല്ല ഇമാം ബുഖാരി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ നബിതങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ ചെയ്തു, നബിതങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹ് ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ എന്തെല്ലാം സ്ഥിരപ്പെട്ടുവന്നുവോ അത് മുഴുവനും സ്വഹീഹ് തന്നെ, സംശയമില്ല. അതിലൊറ്റ ഹദീസ് അസ്വീകാരയോഗ്യമായതില്ല. അത് മുഴുവൻ സ്വീകാര്യമാണ്. ബുഖാരി മുസ്ലിമിൽ വന്ന നബിതങ്ങളിലേക്ക് ചേർത്തിപ്പറയുന്ന എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും സനദും സ്വഹീഹാണ്. അതിനെ മത്ന് ടെക്സ്റ്റും സ്വഹീഹാണ്, സംശയിക്കാനില്ല. എന്നാൽ ഈ സംഭവമോ കുരങ്ങ് വിഭജിച്ചു എന്ന് പറയുന്ന സംഭവമോ അതൊരിക്കലും നബിതങ്ങൾ പറഞ്ഞതല്ല, ഒരു സ്വഹാബി പറഞ്ഞതുമല്ല, നബിയുടെ വാക്കല്ല, സ്വഹാബിയുടെ വാക്കുമല്ല. പിന്നെ എന്താണ് ബുഖാരിയിലുള്ളത്? ബുഖാരിയിലുള്ളത് മുതിർന്ന താബിഇയായ അബൂ അബ്ദില്ലാ അംർ ഇബ്നു മൈമൂൻ അൽ അവദി അൽ കൂഫി, കൂഫക്കാരനായ അബൂ അബ്ദില്ല എന്ന സ്ഥാനപ്പേരുള്ള അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാ, അദ്ദേഹം താബിഇയാണ്, പ്രഗൽഭനായ താബിഇയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. ഈ താബിഇ വര്യൻ കണ്ട ഒരു കാഴ്ച അത് അദ്ദേഹം അതേപടി പറഞ്ഞു. അത് സ്വഹീഹ് ബുഖാരിയിൽ ഒരു അനുബന്ധ ഭാഗമായി രേഖപ്പെടുത്തി പോന്നിട്ടുണ്ട്, ഹദീസായിക്കൊണ്ടല്ല. അംർ ഇബ്നു മൈമൂൻ എന്ന താബിഇ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച അതെന്താ? അത് ബുഖാരിയിൽ കാണാം. റഅയ്തു ഫിൽ ജാഹിലിയ്യത്തി ഖിർദതൻ ഇജ്തമഅ അലൈഹാ ഖിറദത്തുൻ ഖദ് സനത് ഫറജമൂഹാ ഫറജംതുഹാ മഅഹും. സ്വഹീഹ് ബുഖാരിയിൽ 3849 റിപ്പോർട്ടാണ്. 3849 ഹദീസിന്റെ അനുബന്ധമായി വന്ന ഒരു വാചകമാണത്. നബി തങ്ങളുടെ വാക്കല്ല, അംർ ഇബ്നു മൈമൂൻ എന്ന് പറയുന്ന ഒരു താബിഇയുടെ വാക്ക്. എന്താണ്? റഅയ്തു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞാൻ കണ്ടു. ഇദ്ദേഹം താബിഇയാണെങ്കിലും ജാഹിലിയ്യ കാലത്ത് കൂടി ജീവിച്ച ആളാണ്. നബി തങ്ങൾ നബിയായി വന്ന കാലത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബി തങ്ങൾ അദ്ദേഹം മുസ്ലിം ആയിക്കൊണ്ട് നബിയെ കണ്ടിട്ടില്ല. അദ്ദേഹം അന്ന് മുസ്ലിം അല്ല. മുസ്ലിം ആയതിനു ശേഷം നബിയെ കാണാൻ അവസരം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വഹാബിയല്ല. മുസ്ലിം ആയതിനു ശേഷം നബി തങ്ങളെ കണ്ട ഒരാൾക്ക് സ്വഹാബി എന്ന് പറയും. അദ്ദേഹം നബി തങ്ങളെ കണ്ടിട്ടില്ല. എന്നാൽ അക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചുവെങ്കിലും നബി തങ്ങളെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. അതിന് അദ്ദേഹം താബിഇയാണ്. അപ്പൊ അദ്ദേഹം തന്റെ പഴയ കാലത്ത് കണ്ട നബി തങ്ങൾ വരുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച പറയാണ്. റഅയ്തു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിൽ ഞാൻ കണ്ടു ഖിർദതൻ, ഒരു കുരങ്ങിനെ. എന്താ? ഒരു കുരങ്ങിനെ ഞാൻ കണ്ടു. ഇജ്തമഅ അലൈഹാ ഖിർദത്തുൻ, ആ കുരങ്ങിന് നേരെ ഒരുപാട് കുരങ്ങന്മാർ ഒരുമിച്ച് കൂടിയ കാഴ്ച ഞാൻ കണ്ടു. ഖദ് സനത്, ഈ കുരങ്ങ് വ്യഭിചരിച്ചിരിക്കുന്നു. ഫറജമൂഹാ, അങ്ങനെ മറ്റ് കുരങ്ങുകൾ അത് എറിഞ്ഞു കൊല്ലുന്നു. ഫറജംതുഹാ മഅഹും, അപ്പൊ ഞാനും ഒരു കല്ലെടുത്ത് അതിൻ്റെ കൂടെ ഞാനും എറിഞ്ഞു എന്ന് തൻ്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ താൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു. ഹദീസല്ല, നബിയുടെ വാക്കല്ല, സഹാബിയുടെ വാക്കല്ല. നേരെ മറിച്ച് താൻ പഴയ കാലത്ത് കണ്ടൊരു കാഴ്ച. ഒരു കുരങ്ങിന് മേലെ മറ്റ് കുരങ്ങൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടെ ആ കുരങ്ങ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കൗതുക കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം ഒരു കല്ലെടുത്തു, ആ കൂട്ടത്തിൽ അദ്ദേഹം എറിഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞത് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഒരു അനുബന്ധമായി ഈ സംഭവം എടുത്തു കൊടുത്തു. എന്തിനാണ് ഇമാം ബുഖാരി ഇത് കൊടുത്തത്? പിന്നെ ഇമാം ബുഖാരി എന്തിന് കൊടുത്തു? ഈ അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 74 ഹിജ്റ വർഷം 74 മിൻ കിബാരി താബിഈൻ,
മുതിർന്ന തലമുറയിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട ആളാണ് അദ്ദേഹം ജാഹിലിയ്യ കാലത്തും ജീവിച്ചിട്ടുണ്ട്, ഇസ്ലാമിലും ജീവിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി ഇത് കൊടുത്തത്. ഇദ്ദേഹം ജാഹിലിയ്യ കാലത്തും ജീവിച്ച ആളാണ്, നബിയുടെ കാലത്തും ജീവിച്ച ആളാണ്, ശേഷം ജീവിച്ച ആളാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തഫ്സീറിൽ അത് രേഖപ്പെടുത്തി. അദ്റക്കൽ ജാഹിലിയ്യത വന്നുബുവ്വത, ഇദ്ദേഹം ജാഹിലിയ്യ കാലത്തും നുബുവത്തിന്റെ കാലത്തും എല്ലാം ജീവിച്ചവരാണ്, അത് ആ കാലത്തുള്ളവരാണ്. വഅസ്ലമ, ഇസ്ലാം സ്വീകരിച്ചു. വലാകിൻ ലം യറൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാൻ അവസരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം മുഖ്തറമിയാണ്, അഥവാ ജാഹിലിയ്യ കാലത്തും ഇസ്ലാമിന്റെ കാലത്തും ജീവിച്ച ആളാണ്. അത്തരമൊരു ആളാകുന്നു അംർ ഇബ്നു മൈമൂൻ എന്ന് ഇമാം ബുഖാരിക്ക് പറയാൻ അംർ ഇബ്നു മൈമൂനിന്റെ തന്നെ ഒരു വാചകം, ജാഹിലിയ്യ കാലത്ത് ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് അംർ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ ആ വാക്കിന്ന് മനസ്സിലാക്കാം അംർ ഇബ്നു മൈമൂൻ ജാഹിലിയ്യ കാലത്തും ജീവിച്ച ആളാണ്. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അംറിന്റെ ഒരു വാചകം ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരു ഹദീസ് പറഞ്ഞു വരുന്നിടത്ത് ഒരു അനുബന്ധ വാചകമായി എടുത്തു കൊടുത്തതാണ്. അത് ഹദീസല്ല. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് സ്വഹീഹ് ബുഖാരി ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അത് അംർ മൈമൂനിന്റെ ഒരു അനുഭവമാണ്. ആ അനുഭവം അംർ പറഞ്ഞതാണ്, അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറ്റുക? അദ്ദേഹം കണ്ടൊരു കാഴ്ച, അദ്ദേഹം അനുഭവിച്ചൊരു കാഴ്ച അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞത് സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നു എങ്കിൽ അംർ ഇങ്ങനെ പറഞ്ഞു എന്ന് ഇമാം ബുഖാരി കൊടുത്തു. അതുകൊണ്ട് എല്ലാ കുരങ്ങിനെയും എറിഞ്ഞു കൊല്ലണമെന്നോ വ്യഭിചരിച്ച കുരങ്ങിലേക്ക് ശിക്ഷ നടപ്പാക്കണമെന്നോ അതൊക്കെ ഇതിലുണ്ടോ? ഇല്ല. അദ്ദേഹം കണ്ടൊരു കാഴ്ച, കുരങ്ങൾ കൂടി ഒരു കുരങ്ങിനെ എറിഞ്ഞു കൊല്ലുന്നു. അപ്പൊ ആ കുരങ്ങ് മറ്റൊരു കുരങ്ങുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അംർ കണ്ടുവെന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ബുഖാരിയിൽ അല്ലാത്ത റിപ്പോർട്ടുകളിൽ. അപ്പൊ ആ അംർ മനസ്സിലാക്കിയതാണ്, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എന്ന് അംർ മനസ്സിലാക്കി അദ്ദേഹം ഒരു കല്ലെടുത്ത് കൂട്ടത്തിൽ അദ്ദേഹം എറിഞ്ഞു. ഇതാണ് പാകെ അതിലുള്ളത്. അതല്ലാതെ സ്വഹീഹ് ബുഖാരി വന്ന സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് ഒന്നുമല്ല അത്. എങ്ങനെ കുരങ്ങനെ വ്യഭിചരിക്കുമോ അല്ലാഹു അഅലം, നമുക്കറിയില്ല. ഒരു കുരങ്ങ് വ്യഭിചരിച്ചാൽ ആ കുരങ്ങിന് ശിക്ഷ നടപ്പാക്കുമോ? ഇല്ല, ഇസ്ലാമിലില്ല. ആ നിയമങ്ങൾ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അറബികൾ പൊതുവെ പറഞ്ഞു വരാനുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അറബികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, എന്താ? അസ്നാമിൻ ഖിർദിൻ എന്നൊരു പ്രയോഗം കാണാം. അസ്നാമിൻ ഖിർദിൻ. അറബികൾ ജാഹിലിയ്യ കാലത്ത് വ്യാപകമായി വ്യഭിചാരവും കൊലപാതകവും മദ്യവും എല്ലാം ഉപയോഗിച്ച ആളുകളാണല്ലോ. അപ്പൊ വ്യഭിചാരത്തിന് വലിയ പേര് കേട്ട മനുഷ്യന്മാരുടെ അക്കാലത്ത്. അത്തരം ആളുകളെ പറ്റി അറബികൾ പറയും അസ്നാമിൻ ഖിർദിൻ, കുരങ്ങിനേക്കാളും വ്യഭിചരിക്കുന്ന ആളാണ് ഇയാൾ എന്നൊരു ചൊല്ല് അക്കാലത്തുണ്ട്. അപ്പൊ അറബികൾക്കിടയിൽ വ്യഭിചാരത്തിൽ അറിയപ്പെട്ട ജീവിയായിരുന്നു കുരങ്ങ് എന്ന് ആ ചൊല്ലിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ അത് സത്യമാണോ അല്ലേ അല്ലാഹു അഅലം, നമുക്കറിയില്ല. അവർക്കിടയിൽ ഒരു ചൊല്ല് മാത്രമാണ്. അപ്പൊ ധാരാളമായി വ്യഭിചരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അസ്നാമിൻ ഖിർദിൻ. മാത്രമല്ല ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ മുഅ്തസിലിയാക്കൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഈ ഹദീസിൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. മുഅ്തസിലിയാക്കൾ നിഷേധിച്ച ഹദീസിൽ റിപ്പോർട്ടിൽപ്പെട്ടതാണ് ഈ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടി പറഞ്ഞപ്പോൾ ഇമാം ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ പറഞ്ഞു, ലൈസ ശൈഉൻ യജ്തമിഉ ഫീഹി സിവാജു വൽ ഗീറതു ഇല്ലൽ ഇൻസാൻ വൽ ഖിർദ്. വിവാഹവും അതേപോലെ ധർമ്മരോഷവുമുള്ള ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്ന ജീവികൾ ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് കുരങ്ങാണ് എന്ന് ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ തഅ്വീൽ മുഖ്തലിഫുൽ ഹദീസ് എന്ന കിതാബിൽ 1000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കിതാബുൽ ഹയവാനാത്ത് എന്ന പേര് ഗ്രന്ഥങ്ങളുണ്ട്. ഓരോ ജീവികളുടെയും സ്വഭാവങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ. കിതാബുൽ ഖൈൽ, കുതിരയെ പറ്റിയുള്ള കിതാബ് ഉണ്ട്. ഇത്തരം ജീവികളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കുരങ്ങിൻ്റെ ചില സ്വഭാവങ്ങളെ അവരൊക്കെ പറഞ്ഞു കാണുന്നു. അല്ലാഹു അലം. എന്തായാലും ശരി, ഇവിടെ കുരങ്ങിനെ എറിഞ്ഞ് കൊല്ലണമെന്നോ അങ്ങനെ ഇസ്ലാമിൽ നിയമമുണ്ട് എന്നോ ഒന്നും ഇതിലില്ല. ഒരു താബിഈ തൻ്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ
അദ്ദേഹം കണ്ടൊരു കാഴ്ച, അദ്ദേഹം കൂടി അതിൽ ഭാഗവാക്കായ ഒരു സംഭവം, അത് അദ്ദേഹം പറഞ്ഞത് ഇമാം ബുഖാരി എടുത്തു കൊടുത്തത് ഇദ്ദേഹം ജാഹിലിയ്യ കാലത്തും ജീവിച്ച ആളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് അത് വെച്ചുകൊണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പൊ ബുഖാരി വന്ന ഇത് നിങ്ങൾ തള്ളുന്നില്ലേ? എന്നാ പിന്നെ ഇതേപോലെ തള്ളേണ്ട മറ്റു പലതുമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ന്യായമല്ല. ഇങ്ങനെ വന്ന ഹദീസല്ലാത്ത അനുബന്ധ റിപ്പോർട്ടുകൾ സ്വഹീഹ് ബുഖാരിയിൽ പലതുമുണ്ട്. ചിലപ്പോൾ ഹദീസ് പറയുമ്പോൾ ആ ഹദീസിന് ഒരു സ്വഹാബി നൽകിയ വ്യാഖ്യാനം ഇമാം ബുഖാരി അനുബന്ധമായി കൊടുക്കും, അല്ലെങ്കിൽ താബിഈ പറഞ്ഞ വ്യാഖ്യാനം അനുബന്ധമായി കൊടുക്കും. ഒരു പേര് പരാമർശിക്കുമ്പോൾ ആ പേരൊന്നുകൂടെ വിശദീകരിക്കാൻ വേണ്ടി ആ പേരുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവം എടുത്തു കൊടുക്കും. അത് ഇമാം ബുഖാരിയുടെ ശൈലിയാണ്. അതെല്ലാം ഹദീസ് സ്വീകരിക്കുന്നത് പോലെ തന്നെ 100% എല്ലാ നിബന്ധനയും പാലിച്ച് ആ പരിശോധന പൂർത്തിയാക്കി കൊടുത്ത സംഭവങ്ങളാണ് എന്ന് ഇമാം ബുഖാരിയും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരുമൊട്ട് നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. എന്നാൽ ബുഖാരി വന്ന ഹദീസുകൾ 100% സ്വഹീഹാണ്. ഹദീസ് അല്ലാത്ത മറ്റുള്ളവ അത് സ്വഹീഹായതുണ്ടാകാം, അല്ലാത്തതുണ്ടാകാം. അതിൽ മുസ്ലിം ഉമ്മത്തിൽ അല്ലാത്ത നിലപാട് വന്നിട്ടുമില്ല. അപ്പം അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പറഞ്ഞ കുരങ്ങുമായി ബന്ധപ്പെട്ട ഇക്കാര്യം. സമാനമായ മറ്റൊന്നാണ് അബൂലഹബുമായി ബന്ധപ്പെട്ട വിഷയം ബുഖാരിയിലുണ്ട് എന്നിവിടെ പറയാറുണ്ട്. അബൂലഹബ് നബിതങ്ങൾ ജനിച്ചപ്പോൾ അതിൽ സന്തോഷിച്ചത് കൊണ്ട് നരകശിക്ഷന് ഇളവ് ലഭിക്കുന്നു എന്നാണ് സാധാരണ പറയാറുള്ളത്. 2 വിഭാഗം ആളുകളാണ് സാധാരണ ഈ സംഭവത്തെ കൊണ്ടുവരിക. ഒന്ന്, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ. നബിദിനം ആഘോഷിക്കാൻ തെളിവെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതാ അബൂലഹബ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് സുവൈബത്തുൽ അസ്ലമിയ എന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു, അത് കാരണം എല്ലാ തിങ്കളാഴ്ചയും നരകത്തിന് ഇളവ് ലഭിക്കുന്നു, നല്ല തണുത്ത വെള്ളം ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയാറുണ്ട്. അതിൽ ചില പാട്ടുമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസിയ ഒരു മനുഷ്യൻ, ഖുർആൻ ആക്ഷേപിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നബി തങ്ങളെ ജന്മത്തെ സന്തോഷിച്ചപ്പോൾ ഇത്ര കിട്ടിയെങ്കിൽ ഒരു വിശ്വാസിക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞ് പാട്ട് വരെ ഉണ്ടാക്കിയ മനുഷ്യന്മാരുമുണ്ട് ചരിത്രത്തിൽ. അത്തരം ആളുകളെ പലപ്പോഴും തെളിവാക്കുന്നതാണ് ഇതാ അബൂലഹബിന് ശിക്ഷ ഇളവ് ലഭിക്കുന്നു സ്വഹീഹ് ബുഖാരിയിലില്ലേ എന്നത്. ചോദ്യം കേട്ടാ തോന്നും നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു, നബിതങ്ങൾ പഠിപ്പിച്ചു എന്ന് സ്വഹീഹ് ബുഖാരി ഉണ്ട് എന്നാണ് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുക. അങ്ങനെ ഒന്നില്ല. അത് തെളിവാക്കാൻ അവർക്ക് ന്യായവുമില്ല. മറുഭാഗത്ത് മറ്റു ചില ആളുകളോ ബുഖാരിയിൽ വന്ന എല്ലാം സ്വീകരിക്കാൻ പറ്റുക ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തെളിവായി കൊണ്ടുവരുന്ന രണ്ടാമതൊന്നാണ് അബൂലഹബിന്റെ ഈ സംഭവം. ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അതേപോലെ മറ്റു പലതും സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അത്തരം നിഷേധ പ്രവണതയുള്ള ആളുകളുടെ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ടും ശരിയല്ല. നബിദിനം ആഘോഷിക്കാൻ ഏതായിരുന്നാലും ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, അബൂലഹബിന്റെ പിൻബലവും ആ വിഷയത്തിലില്ല. അതുകൊണ്ടായിരിക്കാം ഇന്നലെ ഇവിടെ പുളിക്കൽ നടന്ന മുഖാമുഖത്തിൽ ചോദ്യം വന്നല്ലോ, നബിദിനം ആഘോഷിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല, നിർബന്ധ ബാധ്യതയായി പറഞ്ഞിട്ടില്ല. പിന്നെയോ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്നാണ് ഇന്നലെ കിട്ടിയ മറുപടി. അൽഹംദുലില്ലാഹ് അവിടെ എത്തി. അപ്പൊ നബിദിനം ആഘോഷിക്കൽ നല്ല ബിദ്അത്താണ് എന്നാണ് ഇപ്പൊ ഇന്നലെ പുളിക്കലിൽ പ്രഖ്യാപിച്ചത്. പിന്നെ എങ്ങനെ ആയത്തുണ്ടാകാം? ഇതിന് ആയത്തോന്നുന്നു, ഹദീസുകൾ പറയുന്നു, ബുഖാരി തെളിവുണ്ടെന്ന് പറയുന്നു. ആയത്തിലും ഹദീസും തെളിവുണ്ടെങ്കിൽ പിന്നെ നല്ല ബിദ്അത്താവോ? ഇല്ലല്ലോ. ആയത്തിലും ഹദീസിലും ഉണ്ടെങ്കിൽ നല്ല ബിദ്അത്തല്ല. ബിദ്അത്താണെങ്കിലോ ആയത്തും ഹദീസും തെളിവുണ്ടാവുകയുമില്ല. എന്തായിരുന്നാലും നല്ല ബിദ്അത്ത് എന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ നല്ലാണ്ട് ഒഴിവാക്കിയാൽ കാര്യം തർക്കം തീരുകയും ചെയ്യും. ആവട്ടെ. അപ്പോൾ ഒരു കൂട്ടർ അങ്ങനെയാണ് ഇത് തെളിവായി പിടിക്കുന്നത്. മറ്റൊരു കൂട്ടര് നേരത്തെ സൂചിപ്പിച്ചു, ബുഖാരിയിൽ വന്ന പലതും സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അവരുടെ ആവശ്യം. ആ 2 വിഭാഗത്തിലും യഥാർത്ഥത്തിൽ ഇതിൽ തെളിവില്ല. ആ നിലയ്ക്ക് ഉള്ളതല്ല. നേരത്തെ പറഞ്ഞ കുരങ്ങിന്റെ വിഷയം പറഞ്ഞ അതേ മറുപടിയാണ് ഈ റിപ്പോർട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൽ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബികൾ പറഞ്ഞു എന്ന റിപ്പോർട്ട് ബുഖാരിയിൽ ഇല്ല.
അബൂലഹബിന്റെ ഈ വിഷയത്തിൽ നബി പറഞ്ഞുവെന്നോ സ്വഹാബിമാർ പറഞ്ഞുവെന്നോ ഒരു റിപ്പോർട്ട് ബുഖാരിയിലുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ വന്നിട്ടില്ല. അത് മറ്റ് ഹദീസ് കിതാബുകളിലും വന്നിട്ടില്ല. പിന്നെ എന്താണ് ബുഖാരിയിൽ ഉള്ളത്? എന്താ ബുഖാരി ഉള്ളത്? അബൂലഹബ് പറഞ്ഞു, അബൂലഹബ് പറഞ്ഞു എന്ന് ബുഖാരിയിലുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? പറ്റും. അങ്ങനെ ഉണ്ടാകാൻ പറ്റും. ഫിർഔന് പറഞ്ഞു എന്ന് ഖുർആനില്ലേ? ഖുർആന് കാണാം, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് ഫിർഔൻ പറഞ്ഞ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ആരെയും ഖുർആൻ തള്ളു, ഓഹോ ഖുർആൻ ഇതൊക്കെ ഈ ഖുർആൻ നമുക്ക് വേണ്ട എന്ന് പറയോ? അബൂലഹബ് പറഞ്ഞു എന്ന ബുഖാരിയിലുള്ളത്. എവിടെ പറഞ്ഞു? സ്വപ്നത്തിൽ പറഞ്ഞു. ആരോട് പറഞ്ഞു? അബൂലഹബിന്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞു. ഇതാണ് ബുഖാരിയിലുള്ളത്. അബൂലഹബ് മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അബൂലഹബിന്റെ ഒരു ബന്ധു അബൂലഹബിനെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിലാണ് അബൂലഹബ് പറഞ്ഞത് ഈ പറയപ്പെടുന്ന സംഭവം. അത് ബുഖാരിയിലുണ്ട്. ഇനി എന്തിന് ബുഖാരി വന്നു എന്നത് പറയാം. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലയാണ് അതിൻ്റെ റാവി. സുബൈർ ഇബ്നു അവ്വാമിന്റെ മകൻ ഉർവ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രൻ, ആയിഷ ബീവിയുടെ സഹോദരപുത്രനായ ഉർവ അദ്ദേഹമാണ് പറയുന്നത്. സുവൈബയെ കുറിച്ചുള്ള പരാമർശം. സുവൈബ മൗലാത്തുൽ അബീ ലഹബിൻ, അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബ. അബൂലഹബ് അവരെ ഇത്തക്ക ചൊല്ലി മോചിപ്പിച്ചതാണ്. ആ സുവൈബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ലമ്മാ മാത അബൂലഹബിൻ, അബൂലഹബ് മരിച്ചപ്പോൾ ഉരിയഹു ബഅ്ദു അഹ്ലിഹി, അബൂലഹബിന്റെ ഒരു ബന്ധു അബൂലഹബിന് സ്വപ്നത്തിൽ കണ്ടു. ബിശർഹിബത്തിൻ ഐ ബിസൂഇ ഹാലിൻ, വളരെ മോശമായ അവസ്ഥയിൽ അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടൊരു കുടുംബക്കാരൻ. ഈ കുടുംബക്കാരൻ ആരാ? മുസ്ലിമാണോ അല്ലേ? അതൊന്നുമില്ല. ഒരു കുടുംബക്കാരൻ സ്വപ്നം കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു, മാദാ ലഖീത, അല്ല അബൂലഹബേ, നിങ്ങൾ മരിച്ചു പോയപ്പോൾ എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് ഇയാൾ സ്വപ്നത്തിൽ ചോദിക്കുകയാണ്. അപ്പൊ സ്വപ്നത്തിൽ അബൂലഹബിന്റെ മറുപടി, ലം അറ ബഅദകും ബിഖൈർ, നിങ്ങൾ ലം അൽഖ ബഅദകും ഖൈർ, നിങ്ങൾക്ക് ശേഷം ഒരു ഖൈറും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ വിട്ട് പോയതിനു ശേഷം യാതൊരു ഖൈറും കിട്ടിയിട്ടില്ല. ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബിഇതാഖതി സുവൈബ, ഈ വിരൽ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ വിരലിന്റെ അടിഭാഗത്ത് നിന്ന് എനിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. ബിഇതാഖതി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചതിനാൽ എന്ന് അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞു. ഇതാണ് ബുഖാരിയുള്ളത്. അപ്പൊ ബുഖാരിയുടെ ഹദീസാണോ? അല്ല. നബിയുടെ വാക്കാണോ? അല്ല. സ്വഹാബിയുടെ വാക്കാണോ? അല്ല. പിന്നെയോ അബൂലഹബ് പറഞ്ഞതാണ് എനിക്ക് നരകത്തിൽ ഇളവുണ്ട് എന്ന്. എവിടെ? സ്വപ്നത്തിൽ. ആരോട്? തൻ്റെ ബന്ധുവിനോട്. വല്ല കാര്യമുണ്ടോ? ഇനി അബൂലഹബിന് ആരെ സ്വപ്നം കണ്ടു, എന്നിട്ട് അബൂലഹബ് പറഞ്ഞു ഞാനിപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അത് തെളിവാക്കാൻ പറ്റും? അബൂലഹബ് ജീവിച്ചിരിപ്പുള്ള കാലത്ത് പറഞ്ഞാൽ അത് തെളിവാണോ? അല്ല. പിന്നെ മരണശേഷം അബൂലഹബിന്റെ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലെന്താ ഇസ്ലാമിൽ സ്ഥാനമുള്ളത്? ഒരു സ്ഥാനവുമില്ല. ഇതാണ് ബുഖാരി വന്ന റിപ്പോർട്ട്. ഇത് സ്വഹീഹ് ബുഖാരിയിൽ എന്തിനാണ് വന്നത്? സ്വഹീഹ് ബുഖാരി 5101 ഹദീസ്. ആ ഹദീസിന്റെ അനുബന്ധമായി കൊണ്ടാണ് ഇമാം ബുഖാരി ഈ സംഭവം എടുത്തു കൊടുത്തത്. അതിൽ തന്നെ എല്ലാ തിങ്കളാഴ്ചയും എന്നില്ല, നബി ജനിച്ചതിൽ സന്തോഷിച്ചത് കൊണ്ട് എന്നില്ല. അതൊക്കെ പിന്നെ മുസ്ലിയാക്കന്മാരെ കൂട്ടുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും ഇളവുണ്ട് എന്ന് ബുഖാരി വന്നിട്ടില്ല. അത് അബൂലഹബും സ്വപ്നത്തിൽ പറഞ്ഞത് ബുഖാരിയിലില്ല. നബി ജനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് എന്നതിലുണ്ടോ? അതുമില്ല. ബിഇതാഖതി സുവൈബ, സുവൈബയെ ഞാൻ മോചിപ്പിച്ചതിനാൽ എന്നാ ഉള്ളത്. സുവൈബയെ മോചിപ്പിച്ചതെന്ന ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് നബി ഞങ്ങൾ ഹിജറ പോയപ്പോൾ സുവൈബയെ മോചിപ്പിച്ചു എന്നാണ്. നബി ഹിജറ പോയപ്പോൾ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പം നബിയാണ് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞിട്ട് ഇത് പോയി കിട്ടിയല്ലോ, ആ സന്തോഷം കൊണ്ട്
തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. എന്നിട്ട് പിന്നെ സ്വപ്നം കാണാ ആ മോചിപ്പിച്ചത് കൊണ്ട് എനിക്ക് അവിടെ ശിക്ഷ ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ഇത് കൊണ്ടുവന്നത്? സ്വഹീഹ് ബുഖാരിയിൽ അനുബന്ധ വാചകമായിട്ടാണെങ്കിലും ഇമാം ബുഖാരി ഇത് എന്തിനു ഉദ്ധരിച്ചു? അതിന് പശ്ചാത്തലമുണ്ട്. ദീർഘമായ ഒരു സംഭവമാണ് അതിൽ വന്നത്. നബി തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഇന്ന ഉമ്മ ഹബീബ ബിൻത് അബി സുഫ്യാൻ, അബൂ സുഫ്യാന്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബിയുടെ പത്നി. അവര് നബിയോടൊരിക്കൽ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എൻ്റെ സഹോദരിയെ കൂടി വിവാഹം കഴിക്കണം. എൻ്റെ സഹോദരിയെ നിങ്ങൾ വിവാഹം കഴിക്കുക. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അബൂ സുഫ്യാന്റെ മകളെയോ അവർ വിവാഹം കഴിക്കുന്നത് നിനക്കിഷ്ടമാണോ? നിന്റെ സഹോദരിയെ ഞാൻ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമാണോ? അപ്പൊ ഉമ്മു ഹബീബ പറഞ്ഞത് എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് ലഭിച്ചൊരു ഖൈറ് എൻ്റെ സഹോദരിക്കും ലഭിക്കട്ടെ. നബിയുടെ ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഖൈറാണല്ലോ, അത് മഹാസ്ഥാനമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഖൈറ് കിട്ടി, ആ ഖൈറ് എൻ്റെ സഹോദരിക്കും ലഭിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നദാലിക ലാ യഹില്ലു ലീ, എന്നാൽ എനിക്കത് ഹലാലല്ലല്ലോ. ഒരു ഭാര്യയെ ഇരിക്കെ അവളുടെ അനിയത്തിയെ ഏട്ടത്തിയെ വിവാഹം കഴിക്കുക എന്ന് ഹലാലല്ല. രണ്ട് സഹോദരിമാരെ ഒരേ സമയം ഒരാൾ ഭാര്യമാരാക്കി വെക്കാൻ പറ്റൂല. എനിക്കത് ഹലാലല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ ഹലാലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർവാഹമില്ലല്ലോ. അപ്പൊ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മറ്റൊരു ചോദ്യം ചോദിച്ചു, നബിയെ, ഫഇന്നാ നുഹദ്ദസ് ഇന്നക തുരീദു അൻ തൻകിഹ ബിൻത അബീ സലമ, നബിയെ, താങ്കൾ അബൂ സലമയുടെ മകളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഞങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. നബി അബൂ സലമന്റെ മോളെ കെട്ടാൻ പോകുന്നുണ്ട് എന്നൊരു സംസാരം ഞങ്ങളൊക്കെ പറയാറുണ്ട്, പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അബൂ സലമയുടെ മകളോ ബിൻത ഉമ്മി സലമ, ഉമ്മു സലമയുടെ മകളായ അവളെ ഞാൻ കെട്ടുന്നുവെന്നാണോ നിങ്ങൾ കേൾക്കുന്നത്? അതെ, ഞങ്ങൾ കേട്ടു. അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, അവർ എനിക്ക് ഏതായാലും ഹലാലല്ല. അബൂ സലമയുടെ മകൾ എനിക്ക് ഏതായാലും ഹലാലല്ല. കാരണം എന്താ? ലിഅന്നഹാ ഇബ്നതു അഖീ മിനർ റളാഅ, അബൂ സലമയും ഞാനും മുലകുടി ബന്ധത്തിൽ സഹോദരന്മാരാണ്. എനിക്കും അബൂ സലമക്കും സുവൈബ മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് മുല കുടിച്ച ജേഷ്ഠാനുജന്മാരാണ് ഞങ്ങൾ. ആ നിനക്ക് സഹോദരന്മാരാണ്. സഹോദര പുത്രിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അബൂ സലമയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ ഹലാലാവുക ഇല്ല. എനിക്കതിന് ഉദ്ദേശവുമില്ല, ആലോചനയുമില്ല, എനിക്കത് അനുവദനീയവുമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഹദീസിൽ വന്നത്. ഈ ഹദീസ് പറഞ്ഞപ്പോഴാണ് എങ്കിൽ അവിടെ സുവൈബയെ പറ്റി പരാമർശം വന്നു. സുവൈബ നബിക്ക് മുല കൊടുത്തു എന്നൊരു പരാമർശം നബിയുടെ നാവിൽ നിന്ന് തന്നെ അവിടെ വന്നു. അവിടെയാണ് റിപ്പോർട്ടറായ ഉർവ, ആയിഷ ബീവിയുടെ സഹോദരപുത്രൻ, അദ്ദേഹം സുവൈബയെ പറ്റി വിശദീകരിച്ച സുവൈബ ആരാണ്, ആ സുവൈബ അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നുവെന്നും അബൂലഹബ് മോചിപ്പിച്ചതാണ് എന്നുമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഉർവ പറഞ്ഞൊരു വാക്കാണ്, ഈ അബൂലഹബിന്റെ കുടുംബക്കാരൻ അബൂലഹബിനെ സ്വപ്നം കണ്ടു എന്നൊരു കഥയുണ്ട് എന്ന് ഉർവ പറഞ്ഞതാണ്. അത് അനുബന്ധമായി അവിടെ നൽകി എന്നല്ലാതെ ഒരു ഹദീസായി ഇമാം ബുഖാരി റഹിമഹുല്ല ആ ഭാഗത്തെ ഉദ്ധരിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില അനുബന്ധ വാചകങ്ങൾ അതെടുത്തുകൊണ്ട് ഇത് ബുഖാരിയില്ലേ, ഇത് ബുഖാരി ഹദീസല്ലേ, ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മറുപടി, ഇവയൊന്നും ഹദീസുകൾ അല്ല, ബുഖാരിയിൽ വന്ന ഹദീസ് അല്ല അത്. ഒന്നുകിൽ റിപ്പോർട്ടറുടെ വാക്ക്, ഒരു താബിഈയുടെ വാക്ക്, മറ്റൊരു റിപ്പോർട്ടറുടെ വാക്ക്, അത് അനുബന്ധമായി ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം കൂടി പരാമർശിച്ചു പോവുക എന്ന നിലയ്ക്ക് മാത്രം പറഞ്ഞവയാണ് ഇതൊക്കെ. ഇതിൻ്റെ മറവിൽ സ്ഥിരപ്പെട്ട ഹദീസുകളെ തിരസ്കരിക്കാവതല്ല, അത് അഹ്ലുസുന്നയുടെ രീതിയുമല്ല. ഇത്തരം റിപ്പോർട്ട്, ഈ സംശയം, ഇതിലുള്ള ചില അസ്വാഭാവികതകൾ അതെടുത്തു കാണിച്ചു പ്രബലീകരിച്ചുകൊണ്ട് ഇത് നിങ്ങൾ തള്ളുമെങ്കിൽ ഞങ്ങൾക്കതിൽ മറ്റു ചിലതും തള്ളാൻ പറ്റുമല്ലോ എന്ന ന്യായവുമായി വരുന്നത് അഹ്ലുസുന്നയുടെ രീതി അല്ല. സ്ഥിരപ്പെട്ടു വന്ന നബി തങ്ങൾ പറഞ്ഞ
അല്ലെങ്കിൽ നബിയിലേക്ക് ചേർത്തിപ്പടയപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുവാനാണ് ഇത്തരം നിഷേധികൾ ഈ പഴുതുകളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ഇനി അതിന് രണ്ടുദാഹരണം ഞാൻ പറയാം. സ്ഥിരപ്പെട്ടു വന്ന നബിയിലേക്ക് ചേർത്തപ്പെട്ട സ്വീകാര്യയോഗ്യമാണ് തർക്കമില്ലാതെ മുസ്ലിം ഉമ്മത്ത് ഇത്രയും കാലം സ്വീകരിച്ചു പോന്ന രണ്ട് ഹദീസുകളെ ഇത്തരം ആളുകൾ നിഷേധിക്കുന്ന വിമർശിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള വിവാഹം. നബിയും ആയിഷ ബീവിയുമായുള്ള വിവാഹം ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളും വന്നതും മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ലാതെ അംഗീകരിച്ചു പോകുന്നതുമായ കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സു പ്രായമായിരുന്നു എന്നത് തർക്കമില്ലാത്ത വിധം ധാരാളം സനദുകളിൽ, ധാരാളം പരമ്പരകളിൽ, വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ഇമാം ബുഖാരി മാത്രം പറഞ്ഞ കാര്യമല്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇബ്നു മാജ, ഇമാം നസായി, ഇമാം അഹ്മദ് തുടങ്ങി ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വീകാര്യയോഗ്യമായ ഒന്നിലേറെ സനദുകളിൽ ഉദ്ധരിച്ചു പോകുന്നതും തർക്കമില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചു പോകുന്നതുമായ കാര്യമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യം. അത് ഒരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ ഹദീസിനെ നിഷേധിക്കുവാൻ, തള്ളിക്കളയുവാനാണ് ഇന്ന് പല ആളുകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ യുക്തിക്ക് യോജിക്കുന്നില്ല, ബുദ്ധിക്ക് യോജിക്കുന്നില്ല. 6 വയസ്സായ കുട്ടി വിവാഹം കഴിച്ചയച്ചതോ, അത് ശരിയല്ല. എന്നാൽ ശരിയല്ല എന്ന് പറയാൻ എന്താ അവരെ കൈവശം രേഖയുള്ളത്? അതൊന്നുമില്ല. ചില ആളുകൾ പറയും ഹിശാം ബിൻ ഉർവ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ അതിൻ്റെ സനദിലുണ്ട്, അത് സ്വീകാര്യമല്ല. അത് പല വിഷയത്തിലും അങ്ങനെയാണ്. സിഹിറിന്റെ വിഷയം പറയുമ്പോൾ പറയും ഹിശാം ബിൻ ഉർവയാണ്, സ്വീകാര്യനല്ല. എന്നാൽ എത്രയെത്ര പരമ്പരകൾ, വ്യത്യസ്തമായ പരമ്പരകളിൽ അത് ഉദ്ധരിക്കപ്പെടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണല്ലോ ഇത് ഉദ്ധരിക്കപ്പെടുന്നത്. ആയിഷ ബീവിയിൽ നിന്ന് 10 ഉദ്ധരിച്ചു. അതിൽപ്പെട്ട ഒരു റിപ്പോർട്ടർ മാത്രമാണ് ഹിശാം ബിൻ ഉർവ. ഹിശാം ബിൻ ഉർവ നേരത്തെ പറഞ്ഞ ഉർവയുടെ മകൻ. ഉർവയാര? ആയിഷ ബീവിയുടെ സഹോദരപുത്രൻ. ആ സഹോദരപുത്രന്റെ മകനാണ് ഹിശാം, അഥവാ ഹിശാമിന്റെ പിതാവിന്റെ ഉമ്മ, വല്യമ്മ. ആ വല്യമ്മയുടെ അനിയത്തിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മയുടെ എളാമ. അതിൽ നിന്നാണ് ഉപ്പയുടെ എളാമ. അതിൽ നിന്നാണ് ഹിശാം റഹിമഹുല്ലാ ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്. ഒന്ന് മാത്രമല്ല, ആയിഷ ബീവി നിന്ന് ഉദ്ധരിച്ച ആളുകൾ ഇവിടെ സ്ക്രീനിൽ കാണാം. അതിൽ ഒരു സനദ്, അങ്ങനത്തെ ഒരുപാട് സനദുണ്ട്. ഒരു സനദ് ആയിഷ ബീവി ഉദ്ധരിച്ചത് 5 പേരാണ്. ഒന്ന് 6 പേര്. ഒന്ന് അസ്മദ് ബിൻ യസീദ്, ഖാസിം ഇബ്ൻ അബ്ദുറഹ്മാൻ, അതേപോലെ ഉർവ, മറ്റു ഖാസിം ഇബ്ൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ, അതുപോലെ ഉംറ ബിൻത് അബ്ദുറഹ്മാൻ, യഹ്യ ഇബ്ൻ അബ്ദുറഹ്മാൻ ഇബ്ൻ ഹാത്തിബ്. ഈ 6 പേർ ആയിഷ ബീവിയിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നു. നബി തങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് 6 വയസ്സാണ് എന്ന് ആയിഷ ബീവി പറയാണ്. അവരെയാണല്ലോ കിട്ടിയത്. അവരെ പറയുന്നു. അത് ആയിഷ ബീവിയിൽ നിന്ന് 6 പേർ ഉദ്ധരിക്കുന്നു. ഈ 6 പേരിൽ നിന്നാണ് ഇമാം ബുഖാരിയിലേക്ക് ഈ ഹദീസ് എത്തിച്ചേരുന്നത്. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട റിപ്പോർട്ടല്ല നടത്തം. ആയിഷ ബീവിയിൽ നിന്ന് 6 പേരിലൂടെ ഇത് വന്നു. അത് ഇമാം ബുഖാരിയിലേക്ക് എത്തി. ഇമാം ബുഖാരിയുടെ ഗുരുക്കന്മാർ, ഉസ്താദുമാരായ 5 പേരിലൂടെ ഇമാം ബുഖാരി ആ ഹദീസ് സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇമാം ബുഖാരി തൊട്ടുമീതെയുള്ള റിപ്പോർട്ടർമാർ, ഗുരുനാഥന്മാർ, അവരിൽ നിന്ന് 5 പേർ, മുഹമ്മദ് ബിൻ യൂസുഫ്, അതേപോലെ ഖബീസ റഹിമഹുല്ലാ, അതേപോലെ ഉർവത്ത് ബിൻ മുഖിർ, അതുപോലെ അബ്ദ് ബിൻ ഇസ്മായിൽ തുടങ്ങിയ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടർമാർ, ഇമാം ബുഖാരി ഉസ്താദുമാരായ 5 പേര് വഴി ഇമാം ബുഖാരി ഈ ഹദീസ് സ്വീകരിച്ചു പോന്നിരിക്കുന്നു. ഇമാം ബുഖാരി മാത്രമല്ല, മറ്റൊട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ 3894, 3896, 5133, 5133, 5134, 5158 ഇതെല്ലാം ആവർത്തിച്ചു വന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു സംഭവം. ആയിഷ ബീവിയാണ് പറയുന്നത്.
ആയിഷ ബീവിയിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളാണ് അത് കേട്ട് കൈമാറിപ്പോരുന്നത്. ആ വഴിയിലൂടെ മാറി 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 വ്യത്യസ്തമായ വഴിക്കാണ് ഇമാം ബുഖാരിയിലേക്ക് അതെത്തുന്നത്. ഇനി ഇമാം മുസ്ലിം റഹിമഹുല്ല അവർ ഉദ്ധരിച്ചത് ഒന്ന് ഏറ്റവും മേലെ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയിൽ കേട്ടത് അസ്വദ് റഹിമഹുല്ല, അതിൽ ഇബ്രാഹിം, പിന്നെ അഴ്മഷ്, പിന്നെ അബൂ മുആവിയ. അബൂ മുആവിയ 4 പേർ. ആ 4 പേരിൽ നിന്ന് ഇമാം മുസ്ലിം. അങ്ങനെയാണ് ഇമാം മുസ്ലിം ഇത് ഉദ്ധരിക്കുന്നത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ 4933 ഹദീസായി ഉദ്ധരിച്ചു. അത് വീണ്ടും 4937 റിപ്പോർട്ടായും വന്നു. ഇബ്നു മാജയിൽ 1876, ഇമാം നസായിയുടെ കിതാബിൽ 3379. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നു. ഹിശാം ഉർവയിൽ നിന്നുണ്ട്, അല്ലാത്തിൽ നിന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്റെ മുസ്നദിൽ 24867 ഹദീസായി ഉദ്ധരിക്കുന്നു. ഇങ്ങനെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തങ്ങളായ സനദുകളിൽ സ്വീകരിച്ചു പോന്ന, റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോന്ന ഒരു ഹദീസ്. ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ. മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ല ആ വിഷയത്തിൽ. ഇത് അഹ്ലുസുന്നയുടെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും വിമർശിച്ചവരെ ഖണ്ഡിക്കുകയും ചെയ്തു. ഇബ്നു തൈമിയ റഹിമഹുല്ല, ഇബ്നു ഖയ്യിം റഹിമഹുല്ല, ഇമാം ഷൗക്കാനി, ഇമാം ഷാഫിഈ, ഇമാം നബവി, ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം ദഹബി അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ റിപ്പോർട്ട് സത്യമാണെന്ന് അവർക്ക് രേഖപ്പെടുത്തുകയും വിമർശിച്ചവർക്ക് ഖണ്ഡനങ്ങൾ പറയുകയും ചെയ്തു. ആരും നിഷേധിച്ചിട്ടില്ല. അഹ്ലുസുന്നയിൽ ആരും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പതാ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റൂല. ഇപ്പൊ അടുത്തും കേട്ടൊരു പ്രസംഗം, അദ്ദേഹം പറയുന്നത് ചില യുക്തികളാണ്. എന്താ യുക്തി? അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഒരു വിവാഹത്തിന് ഇത്ര വയസ്സാകണം എന്ന് ഇസ്ലാമിലില്ല, എന്നാൽ പക്വത എത്തണമെന്ന് ഇസ്ലാമിലുണ്ട്. 6 വയസ്സാകുമ്പോൾ പക്വത എത്തൂല, അതുകൊണ്ട് 6-ാം വയസ്സിൽ നബി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ കഴിച്ചിട്ടില്ല ആരാ പറഞ്ഞത്? ചരിത്രത്തിലുണ്ടോ? ഹദീസിലുണ്ടോ? ആരെങ്കിലും രേഖപ്പെടുത്തിയോ? അതില്ല. അത് മൂപ്പരെ കണ്ടുപിടുത്തം, സ്വന്തം കണ്ടുപിടുത്തം എന്ന് മാത്രമല്ല, കണ്ടുപിടിച്ചുവെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ പദപ്രയോഗം ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച, അബൂദാവൂദിൽ വന്ന, ഇബ്നു മാജയിൽ വന്ന, നസായിൽ വന്ന, മുസ്നദ് അഹ്മദിൽ വന്ന, ഒട്ടുമിക്ക ഹദീസ് കിതാബുകളിലും വന്ന ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പദപ്രയോഗം വല്ലാത്ത ഗൗരവമുള്ള പദമാണ്. ആ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. എത്രമാത്രം അബദ്ധത്തിലാണ് ഇന്നവർ എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ. 6 വയസ്സിലാണ് നിക്കാഹ് ചെയ്തതെന്നും 9-ാം വയസ്സിലാണ് അവർ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു പൊട്ടക്കഥ മാത്രമാണ്. കണ്ടോ? എന്താ പറഞ്ഞ? ഒരു പൊട്ടക്കഥ മാത്രമാണ്. ഒന്നുകൂടെ കേൾപ്പിക്കും, ഒന്നുകൂടി. അത് 6 വയസ്സിലാണ് നിക്കാഹ് ചെയ്തതെന്നും 9-ാം വയസ്സിലാണ് അവർ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു പൊട്ടക്കഥ മാത്രമാണ്. അപ്പൊ കണ്ടോ എന്തായി പറഞ്ഞത്? പൊട്ടക്കഥയാണ്. ഇതിനെ കുറിച്ചാ പറഞ്ഞത്? സ്വഹീഹ് ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ, മുസ്നദ് അഹ്മദിൽ, അബൂദാവൂദിന്റെ സുനനിൽ, ഇമാം തുർമുദിയുടെ കിതാബിൽ, ഇങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്ന വ്യത്യസ്തമായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ആയിഷ ബീവി തന്നെ സ്വന്തം അനുഭവം രേഖപ്പെടുത്തി വെച്ച ഒരു സംഗതിയെ കുറിച്ചാണ് പറഞ്ഞത് പൊട്ടക്കഥയാണ്. എന്താ തെളിവ്? അതൊന്നുമില്ല, യുക്തി മാത്രം, ചില ന്യായങ്ങൾ മാത്രം. ഇതിൽ അദ്ദേഹം ന്യായമുണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ന്യായം ഒന്ന്. രണ്ടാമത് മൂപ്പര് പറഞ്ഞ ന്യായം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സൂറത്തുൽ ഖമർ ഇറങ്ങിയത്. ആ സൂറത്തുൽ ഖമർ ആയിഷ ബീവി തഫ്സീർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവിക്ക് വിവാഹം കഴിക്കുമ്പോൾ 6 വയസ്സാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ തഫ്സീർ ചെയ്യാൻ കഴിയുക? മൂപ്പര് ചോദ്യമാണ്. ആയിഷ ബീവി അത് മാത്രമല്ല റിപ്പോർട്ട് ചെയ്തത്, അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി വഹയി വന്നത് എങ്ങനെയാണ് എന്ന് ഹദീസ് ഉദ്ധരിച്ചത് ആയിഷ ബീവിയാണ്. നബിക്ക് വഹയിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? ഹിറാ ഗുഹയിൽ ചെന്നിരുന്നത്, ജിബ്രീൽ ആദ്യമായി വന്നത്, ആ ഹദീസ് ഉദ്ധരിച്ചത് ആയിഷ ബീവിയാണ്. ആയിഷ ബീവിക്ക് എവിടെ മനസ്സിലായി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. നബിയുടെ കൂടെയല്ലേ ജീവിതം, ആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത് മനസ്സിലാക്കിയാൽ വല്ല പ്രയാസമുണ്ടോ? എന്നിട്ട് ഇത്രയും യുക്തികളെ കൊണ്ടുവന്നുകൊണ്ട് സ്ഥിരപ്പെട്ട ഈ സംഭവത്തെ, ഈ യാഥാർത്ഥ്യത്തെ, ഈ ഹദീസിൽ വന്ന ഈ
കാര്യത്തെ നിഷേധിക്കുക മാത്രമല്ല അത് പൊട്ടക്കഥയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. സഹോദരന്മാരെ, എത്രമാത്രം വലിയ വ്യതിയാനങ്ങളിലാണ് ഇത്തരം ആളുകൾ ചെന്നുപെട്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതിയല്ലോ. ഇനി ആ കാലഘട്ടത്തിൽ 6 വയസ്സിലും 7 വയസ്സിലും മാത്രമല്ല 5 വയസ്സിലും 4 വയസ്സിലും വരെ വിവാഹം കഴിക്കൽ അന്നത്തെ കാലത്ത് ആ നാട്ടിൽ ഒരു പ്രശ്നമല്ല. അതൊരു പ്രശ്നമാണെങ്കിൽ നബിതങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ഏറ്റവും വലിയ വിമർശനമായി അതല്ലേ പറയുക? യഹൂദികൾ അതല്ലേ പറയുക? അത് പറഞ്ഞിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനേക്കാളും പ്രായം കുറഞ്ഞവരാണ്. ആ അലിയുടെ മകൾ ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിച്ചത് ഉമർ ഖത്താബാണ്. അലിയുടെ മകൾ ഉമ്മു കുൽസൂമിനെ ഉമർ ഖത്താബിനെ കെട്ടിച്ചു കൊടുത്തു. വളരെ ചെറിയ പ്രായത്തിലായിരുന്നു. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു മകളെ അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുത്തു. ഒരുപാട് സ്വഹാബിമാർ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു, ഖദ് സവ്വജ ഗൈറു വാഹിദിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നതൻ സ്വഗീറ. നബി തങ്ങളുടെ സ്വഹാബിമാരിൽ പലരും ചെറിയ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അക്കാലത്ത് അത് പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം അടുത്ത കാലത്ത് പ്രശ്നമായിട്ടുള്ളൂ. ഗാന്ധിജി വിവാഹം കഴിച്ച് എന്താണെന്ന് അന്വേഷിച്ചാൽ മതിയല്ലോ, എന്നാ തർക്കം തീരും. ബാക്കിയൊക്കെ പോട്ടെ, ബാക്കിയെല്ലാം പോട്ടെ. നമ്മളെ വല്ലിപ്പ പെണ്ണിട്ട് ഇപ്പോൾ വല്യമ്മക്ക് എത്ര പ്രായം എന്ന് അന്വേഷിച്ച് നോക്കി. നമ്മളെ വല്ലിപ്പ കെട്ടി ഇപ്പോൾ വല്യമ്മാൻ്റെ പ്രായം എത്രയാണ് എന്ന് അന്വേഷിച്ചാൽ പിന്നെ ഈ വിമർശനം പറയില്ല. ഇമാം ഷാഫി പറയുന്നുണ്ട്, ഞാൻ സ്വൻആയിൽ ചെന്നു. ആ സ്വൻആയിൽ ഞാനൊരു വല്യമ്മയെ കണ്ടു. ആ വല്യമ്മാൻ്റെ പ്രായം 21 വയസ്സാണ്. 21 വയസ്സുള്ള വല്യമ്മയെ റഅയ്തു ബിസ്വൻആ ജദ്ദതൻ, സ്വൻആയിൽ 21 വയസ്സുള്ള വല്യമ്മയെ ഞാൻ കണ്ടുവെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 9-ാം വയസ്സിൽ വിവാഹം കഴിച്ചു, 10-ാം വയസ്സിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി 9-ാം വയസ്സിൽ കെട്ടിച്ചു, അവൾ 10-ാം വയസ്സിൽ പ്രസവിച്ചു. അങ്ങനെ ഈ മറ്റേ കുട്ടി വല്യമ്മയായത് 21-ാം വയസ്സിൽ. അന്നത്തെ കാലത്തൊരു വിഷയമല്ല. അത് ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തിലും സാഹചര്യങ്ങളിലും അവിടെ സങ്കല്പങ്ങൾ മാറി വരും. അതിനർത്ഥം ശൈശവ വിവാഹം പറ്റുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അത് പാടില്ല. ഓരോ കാലത്തിൽ ഓരോ നാട്ടിൽ വ്യത്യസ്തമായ രീതിയായിരിക്കാം. ഏതായിരുന്നാലും ഈ ഒരു സ്ഥിരപ്പെട്ട സംഭവത്തെയാണ് പൊട്ടൻ കഥ എന്ന് ഈ ആളുകൾ പ്രസംഗിച്ചടക്കുന്നത്. എന്തു വേദവെളിച്ചമാണാവോ അവർ സ്വീകരിക്കുന്നത്, അല്ലാഹു അഅലം. സഹോദരങ്ങളെ, ഇതൊരിക്കലും ന്യായമല്ല. ഇങ്ങനെ തുടങ്ങിയ പല ഹദീസുകളെയും ഇവർ ചില യുക്തികൾ മാത്രം വെച്ചുകൊണ്ട് നിഷേധിക്കാൻ മുന്നോട്ട് വരുന്നു. എണ്ണി പറഞ്ഞാൽ ധാരാളം കാണാം. സംസമിന്റെ മഹത്വം ഇത്തരം ആളുകൾ നിഷേധിച്ചു തള്ളിയിട്ടുണ്ട്. സംസം അത് മാഉൻ മുബാറക്, അനുഗ്രഹീതമായ വെള്ളമാണ് എന്നും, ലിമാ ശുരിബല, എന്തിനു വേണ്ടി കുടിച്ചുവോ അതിന് പര്യാപ്തമാണ് എന്നും, തുആമു തുഅ്മിൻ വശിഫാഉ സുഖ്മിൻ, ഭക്ഷിക്കുന്നവന് ഭക്ഷണമാണ്, രോഗത്തിന് ശമനമാണ് എന്നുമൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിൽ അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ മുഴുവൻ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല ജീവിതത്തിൽ പാലിക്കൂടി ചെയ്തിട്ടുണ്ട് ആ ഒരു മഹത്വത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി. ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് മുസ്തദ്റക് എന്ന കിതാബ് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം ദുആ ചെയ്തത് സംസം വെള്ളം കുടിച്ചുകൊണ്ടാണ്. സംസം വെള്ളം കുടിച്ച് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ഒന്നാകെ ശേഖരിക്കുവാൻ, അത് ക്രോഡീകരിക്കുവാൻ തൗഫീഖ് നീ നൽകണേ എന്ന് ഇമാം ഹാക്കിം പ്രാർത്ഥിക്കുന്നു. 73-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ കിതാബിന്റെ രചന ആരംഭിക്കുന്നത്. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് താരീഖിലെ ചരിത്രത്തിലെ വലിയ ചരിത്ര ഭാഗങ്ങളെ ക്രോഡീകരിക്കാനുള്ള കിതാബ് എഴുതാൻ ആഗ്രഹിക്കുകയും സംസം വെള്ളം കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് കാണാൻ കഴിയും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, പരലോകത്തെ ദാഹത്തിൽ നിന്ന് നീ എനിക്ക് ശമനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രയെത്ര സംഭവങ്ങൾ! സ്വഹാബിമാർ, താബിഉകൾ, തബഉ താബികൾ മുതൽ ധാരാളം പണ്ഡിതന്മാർ. ആ വിഷയത്തിൽ മാത്രം ഗ്രന്ഥമുണ്ട്. ഫദ്ലു മാഇ സംസം വദുആഉൽ ഹുഫാദ് ഇൻദ, സംസമിന്റെ മഹത്വവും അത് കുടിച്ചിട്ട് ലോകത്തെ വലിയ വലിയ പണ്ഡിതന്മാർ നിർവഹിച്ച പ്രാർത്ഥനകളും എന്ന പേര് കിതാബ് കിട്ടും നമുക്കിന്ന്. ഓരോ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ സംസം കുടിച്ച് നിർവഹിച്ച പ്രാർത്ഥനകളാണ് ആ കിതാബിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഇമാം അസ്ഖലാനി സംസം വെള്ളം കുറിച്ച് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, എനിക്ക് ഇമാം ദഹബിയെ പോലെയുള്ള ഓർമ്മശക്തി നൽകണേ എന്നാണ്.
മെമ്മറിയിൽ, ഓർമ്മശക്തിയിൽ വലിയ അത്ഭുതമാണ് ലോകത്ത് ഇമാം ദഹബി. ഇമാം അസ്കലാനി റഹിമഹുല്ല സംസം കുടിച്ച് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ ദഹബിയെ പോലെയുള്ള മെമ്മറി നീ എനിക്ക് നൽകണേ എന്ന് ഇമാം അസ്കലാനി പ്രാർത്ഥിക്കുന്നു. അത് ലഭിച്ചുവെന്നാണ്. ദഹബിയോളം, ഒരുപക്ഷെ ദഹബിയേക്കാൾ വലിയ ഓർമ്മശക്തിയുള്ള ആളായി പിന്നീട് ഇമാം അസ്കലാനി അറിയപ്പെട്ടു. എത്ര സംഭവങ്ങൾ! ഈ പ്രമുഖനോട് അദ്ദേഹം ഒരു ക്ലാസ്സിൽ ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹ്, എന്തിനു വേണ്ടി സംസം കുടിച്ചോ അതിന് പര്യാപ്തമാണ്. ഇദ്ദേഹം ക്ലാസ് ഇത് പറയുമ്പോൾ ആ ക്ലാസ് കേൾക്കുന്ന ഒരാൾ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അദ്ദേഹം പുറത്ത് പോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളിപ്പോൾ ഹദീസ് പറഞ്ഞല്ലോ, സംസം വെള്ളം എന്തുദ്ദേശത്ത് കുടിച്ചോ അതിന് പര്യാപ്തമാണ് എന്ന്. അതേ ഞാൻ പറഞ്ഞു. ആ ഹദീസ് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി. എന്തിനാണോ? ഇല്ല, ഞാൻ സംസം വെള്ളം കുടിക്കാൻ പോയത്. ഞാൻ സംസം കുടിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എനിക്ക് 100 ഹദീസ് ഇപ്പം പഠിപ്പിച്ചു തരണം എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ 100 ഹദീസ് ഇപ്പം പഠിപ്പിക്കണം, ആ ഉദ്ദേശത്തിൽ ഞാൻ പോയി കുടിച്ചു. അന്ന് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുത്തി 100 ഹദീസ് അപ്പം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് മുൻഗാമികൾ ഈ ഹദീസുകളെ കണ്ടത്. എന്നാൽ ശബാബിൽ ലേഖനം എഴുതിയത് സംസമിന്റെ മഹത്വം പറയുന്ന എല്ലാ ഹദീസും ദുർബലമാണ് എന്ന്. ഏറി വന്നാലുള്ളത് മുബാറക്കായ വെള്ളം, ബറക്കത്തായ വെള്ളം എന്നാണ് ഉള്ളത്. അത് മഴവെള്ളത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ആകാശത്ത് അല്ലാഹു തആല മഴ വർഷിപ്പിച്ച് പറയുമ്പോൾ മുബാറക്കായ വെള്ളം നാം ഇറക്കി, അനുഗ്രഹീതമായ വെള്ളം നാം ഇറക്കി എന്ന് മഴവെള്ളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത്രേ ഇതിലുമുള്ളൂ എന്നാണ് ശബാബിൽ ലേഖനം വന്നത്. 2016 ഓഗസ്റ്റ് 7-ന്റെയും ഓഗസ്റ്റ് 14-ന്റെയും ശബാബുകളിൽ 2 ലേഖനങ്ങൾ. ഒന്ന് സംസമാണ്, മറ്റൊന്ന് ഹജറുൽ അസ്വദാണ്. ഹജറുൽ അസ്വദിന് യാതൊരു മഹത്വവുമില്ല എന്നാണ് ശബാബ് രേഖപ്പെടുത്തി വെച്ചത്. ജാഹിലിയ്യ കാലത്തെ മുശ്രിക്കീങ്ങൾ പോലും മഹത്വം കൽപ്പിച്ചതാണ് ഹജറുൽ അസ്വദിന്. കഅബ പുതുക്കി പണിതപ്പോൾ ആ ഹജറുൽ അസ്വദ് വെക്കാനായപ്പോഴാണ് തർക്കമുണ്ടായത്. ഞങ്ങൾ വെക്കും, ഞാൻ വെക്കും, ഈ തറവാട്ടുകാരൻ വെക്കും, ആ തറവാട്ടുകാരൻ വെക്കും എന്ന തർക്കമുണ്ടായതും നബി തങ്ങൾ മദ്യം പറഞ്ഞതും ആർക്കറിയാത്തത്? ജാഹിലിയ്യ കാലത്തെ മുശ്രിക്കീങ്ങൾക്ക് പോലും ആ ഹജറുൽ അസ്വദിന്റെ മഹത്വം വിശ്വാസമുണ്ടായതുവെന്നർത്ഥം. ജൂതർക്ക് വിശ്വാസമുണ്ടത്, ക്രൈസ്തവർക്ക് വിശ്വാസമുണ്ടത്, ഷിയാക്കൾക്ക് വിശ്വാസമുണ്ടത്. അതുകൊണ്ട് ആ ഷിയാക്കൾ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ കഅബയെ ആക്രമിക്കുകയും ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത് ആ വിശ്വാസത്തിന് പുറത്തായിരുന്നു. തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് വീണ്ടും സ്ഥാപിച്ചപ്പോൾ അമ്പെയ്തുകൊണ്ട് ഹജറുൽ അസ്വദിനെ തകർത്തത് ഷിയാക്കളായിരുന്നു. മുമ്പ് ഒറ്റക്കല്ല നബിയുടെ കാലത്ത്, പിന്നെ 7 കഷ്ണങ്ങളായി ചിഹ്നിച്ചെറിയത് ഷിയാക്കൾ അമ്പെയ്തതാണ്. അവർക്ക് പോലും വിശ്വാസമുണ്ട് ഹജറുൽ അസ്വദിനെ കുറിച്ച്. എന്നാൽ ശബാബിൽ 2016 ഓഗസ്റ്റിൽ ശബാബിൽ ലേഖനം വന്നു, ഹജറുൽ അസ്വദിന് യാതൊരു മഹത്വവുമില്ല. ചേകന്നൂർ മൗലവി അതിന് മുമ്പേ പറഞ്ഞു ഹജറുൽ അസ്വദ് എന്ന് ശിർക്കൻ കല്ലാകുന്നു. ശിർക്കൻ കല്ലാണ് എന്ന ചേകന്നൂർ മൗലവിയുടെ ന്യായം. പഴയ കാലത്തെ മുഅ്തസിലിയാക്കൾ പറഞ്ഞു ഹജറുൽ അസ്വദിന് മഹത്വമില്ല, ആ ഹദീസ് ശരിയല്ല, കാരണം ആ ഹദീസ് അനുഭവത്തിന് വിരുദ്ധമാണ് എന്നാ മുഅ്തസിലിയാക്കൾ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്, 1000 കൊല്ലം മുമ്പ്. എന്താ അനുഭവത്തിനെതിര്? ഹദീസിൽ പറഞ്ഞത് ഇത് സ്വർഗീയ കല്ലാണ്, വെളുത്ത കല്ലാണ്, പാപികൾ ചുംബിച്ചപ്പോൾ അത് കറുത്തതാണ്. അതാണ് അവർ അന്ന് പറഞ്ഞത്. ഈ ഹദീസ് ശരിയാണെങ്കിൽ പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തെങ്കിൽ നല്ലവർ ചുംബിക്കുമ്പോൾ വെളുക്കേണ്ടതില്ലേ എന്നവർ ചോദിച്ചത്. പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തു, എന്നാൽ നബി ചുംബിച്ചു, സഹാബികൾ ചുംബിച്ചു, നല്ലവരൊക്കെ ചുംബിച്ചു, അന്ന് വെളുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പണ്ട് കറുത്തിട്ടില്ല. ഈ ഹദീസ് ശരിയല്ല, അനുഭവത്തിനെതിരാണ്. ശബാബിൽ അതേ ആശയം വന്നു, ഇതേ ന്യായം പറഞ്ഞു. പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തുപോയെങ്കിൽ നബിയും സഹാബത്തും ചുംബിക്കുമ്പോൾ വെളുക്കേണ്ടതല്ലേ എന്ന യുക്തിവാദം ശബാബിൽ സ്ഥാനം പിടിച്ചു. സഹോദരങ്ങളെ, അഹ്ലുസുന്ന തർക്കമില്ലാതെ സ്വീകരിച്ച അഹ്ലുസുന്ന മാത്രമല്ല, ഞാൻ പറഞ്ഞു ഷിയാക്കൾ പോലും, യഹൂദികൾ പോലും, നസ്വാറാക്കൾ പോലും, മക്കയിലെ മുശ്രിക്കീങ്ങൾ പോലും മഹത്വം കൽപ്പിച്ചു പോകുന്നതാണ് ഹജറുൽ അസ്വദ് എന്ന സ്വർഗീയമായ കല്ല്. അതിനെയാണ് പരിഹസിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറായത്. അതേപോലെ ദജ്ജാലിന്റെ ആഗമനം, ഖുറൂജു ദജ്ജാൽ, ദജ്ജാലിന്റെ ആഗമനം എത്ര ഹദീസിലാണ് വന്നത്? ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം,
ഇമാം തിർമുദി, ഇമാം അബൂ ദാവൂദ്, ഇബ്നു മാജ, ഇമാം അഹ്മദ്, ഇബ്നു അബീ ശൈബ തുടങ്ങി ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഹദീസുകൾ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഓതിയാൽ ദജ്ജാൽ രക്ഷപ്പെടുമെന്ന ഹദീസ്, ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറയുന്ന ഹദീസ്, ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തുവെന്ന് പറയുന്ന ഹദീസുകൾ, ഖിയാമത്തിന് മുന്നോടി വരാനുള്ള ഖിയാമത്തിന് അടയാളമായ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് എത്രയാണ് ഹദീസിൽ വന്നത്? ഏതാണ്ട് ആശയം മുത്തവാത്തിറാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ കാണാൻ കഴിയും ആ വിഷയത്തിൽ. എന്നാൽ നിഷേധിച്ചു അതിനെ അബുൽ അഅ്ല മൗദൂദി ഈ ദജ്ജാലിന്റെ ആഗമനം നിശ്ചയിച്ചു തള്ളി ഒരു ഭാഗത്ത്. അതേപോലെ ഖാദിയാനികൾ തള്ളി എന്ന് മാത്രമല്ല, ഖാദിയാനികൾ പറഞ്ഞത് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത് ചരക്കുമായി പോകുന്ന തീവണ്ടിയാണ്. കാരണം ഒറ്റക്കണ്ണൻ എന്നാണ് ഹദീസ് പറഞ്ഞത്. അപ്പോൾ ഒറ്റക്കണ്ണൻ തീവണ്ടിയാണല്ലോ, ആ തീവണ്ടിക്കാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുക എന്നാ ഖാദിയാനികൾ പറഞ്ഞത്. ചേകന്നൂർ പരിഹസിച്ചു മസീഹുദ് ദജ്ജാലിനെ. ശബാബിൽ ലേഖനം വന്നു, മസീഹുദ് ദജ്ജാൽ എന്നാൽ ഖിയാമത്തിന്റെ മുന്നോടിയായി വരാനുള്ള ഒരു അടയാളമല്ല. പിഴച്ച സംഘങ്ങൾക്കും പിഴച്ച പണ്ഡിതന്മാർക്കും എല്ലാം പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ എന്ന ശബാബിലെ ലേഖനം. പിഴച്ച പണ്ഡിതന്മാർ, പിഴച്ച ആശയങ്ങൾ, പിഴച്ച നേതാക്കന്മാർ, അവർക്കെല്ലാം പറയുന്ന പേരാ മസീഹുദ് ദജ്ജാൽ. അല്ല ഖിയാമത്തിന്റെ മുന്നോടിയായി വരാനുള്ള ഒന്നല്ല. എന്നിട്ട് പിന്നെ ഒരു വാചകം കൊടുത്തു, ഇനി അഥവാ ഖിയാമത്തിന്റെ മുന്നോടിയായി ഒരു മസീഹുദ് ദജ്ജാൽ വരുന്നുവെങ്കിൽ എനിക്കതിന് വിയോജിപ്പില്ല എന്നും കൂടി ശബാബിൽ ഒരു വാചകം അധികം. സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര സംഭവങ്ങൾ, നബിതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നബിതങ്ങൾ ചെയ്ത കാര്യങ്ങൾ തുടങ്ങിയ ധാരാളം വിഷയങ്ങൾ, സിഹറുമായി ബന്ധപ്പെട്ടവ, പിശാചുക്കളുമായി ബന്ധപ്പെട്ടവ, കണ്ണേറുമായി ബന്ധപ്പെട്ടവ, അജവ കാരക്കയുമായി ബന്ധപ്പെട്ടവ, ഈച്ച വെള്ളത്തിന് വീണാൽ ഒന്നുകൂടെ മുക്കിയെടുക്കണമെന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെട്ട ഉദ്ധരണികൾ, അതേപോലെ വൈകുന്നേരമായാൽ പിശാചുക്കളുടെ വ്യാപനമുണ്ടെന്ന് പറയുന്ന ഹദീസ്, ഇങ്ങനെ തുടങ്ങിയ എത്ര ഹദീസുകൾ. വൈകുന്നേരമായാൽ പിശാചിന്റെ വരവായി എന്ന് ഒരു മൗലവി തട്ടിവിട്ടു എന്ന് ലേഖനം എഴുതിയത് ഈ അഴിഞ്ഞേറ്റ് വെച്ച് സംഘടിപ്പിക്കപ്പെട്ട മുജാഹിദിന്റെ പേരിൽ നടന്ന ഒരു സമ്മേളന സുവനീറിലായിരുന്നു. വൈകുന്നേരമായാൽ ജിന്നുകളുടെ വരവായി എന്ന് ഒരു മൗലവി തട്ടിവിട്ടു. നബിതങ്ങൾ പറഞ്ഞ ഹദീസ്, ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു മൗലവി തട്ടിവിട്ടുവെന്ന്. സഹോദരങ്ങളെ, എല്ലാം ഒരേ രോഗത്തിന്റെ വ്യത്യസ്ത ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് അതല്ല അഹ്ലുസുന്നയുടെ നയം. ഈ അടിസ്ഥാനമെല്ലാം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി അവർ പറഞ്ഞു വെച്ച ഒരു ബേസായിരുന്നു വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ അതിന് ഖുർആനിലോ മുതവാത്തിറായ ഹദീസിലോ തന്നെ വരണം എന്നാണ്. വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെട്ട് കിട്ടാൻ ഖുർആനിലോ മുതവാത്തിറായ ഹദീസിലോ തന്നെ വരണം എന്ന് 2009 ഓഗസ്റ്റ് മാസത്തെ ശബാബിൽ ലേഖനം കാണാം. അപ്പൊ അല്ലാത്തൊന്നും വിശ്വാസകാര്യത്തിന് പറ്റൂല. ഖുർആനിൽ പറഞ്ഞാൽ വിശ്വസിക്കാം, മുതവാത്തിറായ ഹദീസിൽ പറഞ്ഞാൽ വിശ്വസിക്കാം. എന്താ മുതവാത്തിർ? വലിയ സംഘം കൈമാറി പോന്ന ഹദീസ്. നബിയിൽ നിന്ന് ഒരുപാട് സ്വഹാബിമാർ കേൾക്കുന്നു, ആ സ്വഹാബത്തിൽ നിന്ന് ധാരാളം താബിഈങ്ങൾ കേൾക്കുന്നു, അവിടെ നിന്ന് ധാരാളം താബികൾ കേൾക്കുന്നു. അങ്ങനെ ധാരാളം ആളുകൾ കൈമാറി പോന്ന ഒരു ഹദീസിൽ വന്നെങ്കിലേ വിശ്വാസകാരം സ്വീകരിക്കാൻ പറ്റൂവെന്ന അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ഒരു ബേസാണ് ഇത്തരം ഹദീസ് മുഴുവൻ നിരാകരിക്കാൻ അവർ സ്വീകരിച്ചത്. ഇത് അശ്അരികൾക്കുമുണ്ടത്. അശ്അരിയത്ത് പ്രകാരം അതാണ് വിശ്വാസകാര്യത്തിന് മുതവാത്തിർ വേണം, അല്ലെങ്കിൽ ഖുർആന് വേണം. ഇസ്തിഗാസ ചെയ്യാനോ ഏത് മൗദൂഉം പറ്റും ചെയ്യും, ഏത് മൗദൂഉം ഏത് ദഈഫും സ്വീകരിക്കും. അസ്ലെന്താ? മുതവാത്തിറാണെങ്കിൽ വിശ്വാസകാര്യത്തിന് പറ്റുമെന്നാണ്. അത് തന്നെയാണ് ഇത്തരം ആളുകൾ ഇവിടെയും സ്വീകരിച്ചു പോകുന്നത്. അപ്പൊ ദജ്ജാലിന്റെ ഹദീസ് മുതവാത്തിറല്ല, സ്വീകരിക്കേണ്ടതില്ല. സിറാത്ത് മുതവാത്തിറല്ല, സ്വീകരിക്കേണ്ടതില്ല. അങ്ങനെ നരകത്തിനു മീതെ ഒരു പാലമൊന്നുമില്ല, സിറാത്ത് പാലമൊന്നുമല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്നാണ് മർക്കസ് ദഅവക്കാരന്റെ വിശ്വാസം. എന്താ ന്യായം? അത് മുതവാത്തിറായി വന്നിട്ടില്ല. എത്ര ഹദീസുകളെയാണ് തള്ളിക്കളഞ്ഞത്. നബിതങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പല വിഷയവും, മൈമുന ബി വിവാഹം കഴിച്ച സംഭവം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടിനെ കേവലമായി യുക്തി കൊണ്ട് മാത്രം വിഷയിച്ചു തള്ളൽ ഒരിക്കലും ഹദീസ് നിരൂപണമായി കാണാവതല്ല.
ഇങ്ങനെ തുടങ്ങി ധാരാളം സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളെ നിരാകരിക്കുകയും അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നിടത്ത് കൂട്ടരെ ഇത് ശരിയല്ല, ഇത് അഹ്ലുസുന്നയല്ല, ഇത് ഹദീസിനോട് സമീപിക്കേണ്ട സമീപനമല്ല. നേരെ മറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ടാൽ, നബി തങ്ങൾ ചെയ്തുവെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ സമിഅനാ വ അത്വഇനാ, കേട്ടു അനുസരിച്ചു. അതാണ് ഉമ്മത്തിൻ്റെ മുഅ്മിനീങ്ങളുടെ അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് ബോധ്യപ്പെടാത്തതുണ്ടെങ്കിൽ അത് പഠിക്കുക, അന്വേഷിക്കുക എന്നല്ലാതെ ചാടിക്കയറി അതെല്ലാം തള്ളിക്കളഞ്ഞ് അത് ഖുർആനെതിരാണ്, ഇത് ബുദ്ധിക്കെതിരാണ്, അനുഭവത്തിനെതിരാണ്, തള്ളിക്കളയുന്നു, തോട്ടിലേക്കെറിയുന്നു, വലിച്ചെറിയുന്നു എന്ന് പറയുന്ന ആ ശൈലികളൊന്നും യഥാർത്ഥത്തിൽ ഭക്തിയുള്ള, തഖ്വയുള്ള, ഈമാനുള്ള, അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്ന, ഷഹാദത്ത് ആത്മാർത്ഥമായി സ്വീകരിച്ച ആളുകളുടെ നിലപാടല്ല എന്ന് നാം തിരിച്ചറിയുക. ഹദീസ് എന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന, സ്ഥാനം കൊണ്ട് രണ്ടാം സ്ഥാനത്തുള്ള, എന്നാൽ പ്രമാണമാവുക എന്ന വിഷയത്തിൽ ഖുർആന്റെ അതേ സ്ഥാനമുള്ളതാണ് ഹദീസുകൾ. നിസ്കരിക്കാൻ ഖുർആൻ പറഞ്ഞു, എപ്പോൾ നിസ്കരിക്കണം ഹദീസിലാണ് പറഞ്ഞത്. എത്ര നിസ്കരിക്കണം ഹദീസിലാണ് പറഞ്ഞത്. എങ്ങനെ നിസ്കരിക്കണം ഹദീസിലാണ് പറഞ്ഞത്. ദുഹർ 4 എന്ന് എവിടെ നിന്ന് കിട്ടി? ഹദീസിൽ നിന്നാണ് കിട്ടിയത്. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹ്, പിന്നെ ഫാത്തിഹ, പിന്നെ സൂറത്ത്, പിന്നെ റുകൂഅ്, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഹദീസിൽ നിന്നാണ് കിട്ടിയത്. ഹദീസ് മാറ്റിവെച്ചാൽ പിന്നെ നിസ്കാരമില്ല, പിന്നെ നോമ്പില്ല, പിന്നെ സക്കാത്തില്ല, പിന്നെ ഹജ്ജില്ല, പിന്നെ നിക്കാഹില്ല, പിന്നെ ത്വലാഖില്ല, പിന്നെ മയ്യിത്തുമായി ബന്ധപ്പെട്ട അതിന് പരിപാലന ക്രിയകൾ ഏതുമില്ല. മയ്യിത്ത് നിസ്കാരം ഹദീസിലാണ് പറഞ്ഞത്. മയ്യിത്ത് കുളിപ്പിക്കൽ ഹദീസിലാണ് പറഞ്ഞത്. മയ്യിത്ത് മറമാടൽ ഹദീസിലാണ് പറഞ്ഞത്. മയ്യിത്തിന് കഫൻ ചെയ്യൽ ഹദീസിലാണ് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മഹാഭൂരിപക്ഷവും ഒന്നിൽ ഖുർആനിൽ സൂചന പറഞ്ഞു പോകും, ബാക്കി വിശദാംശങ്ങളെല്ലാം ഹദീസിലാണ്. ഹദീസല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ അതിനർത്ഥം മതത്തിൻ്റെ എല്ലാം മാറ്റിവെക്കുക എന്നാണ്. ഷഹാദത്ത് കലിമ പോലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന 2 ഷഹാദത്ത് കലിമ ഖുർആനിലുണ്ടോ? ഇല്ല, ഹദീസിലാണുള്ളത്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നാൽ ഞാൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു, എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ ഹദീസ് മാറ്റിവെച്ചവൻ ഖുർആന് മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് എന്താ പറഞ്ഞു കൊടുക്കുക? ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാത്തവന് ഖുർആൻ സ്വീകരിക്കാൻ കഴിയില്ല. ഹദീസ് സ്വീകരിക്കാത്തവന് ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാൻ കഴിയില്ല. ഇമാം മാലിക് പറഞ്ഞ ഒറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ. സുന്നത്ത് എന്നാൽ നൂഹ് നബിയുടെ കപ്പലാണ്. നൂഹ് നബിയുടെ കപ്പലാണ് സുന്നത്ത്. മൻ റകിബഹാ ഫഖദ് നജാ വമൻ തഖല്ലഫ അൻഹാ ഫഖദ് ഹലക ഔ ഗരിഖ. ആ സുന്നത്ത് നൂഹ് നബിയുടെ കപ്പലാണ്. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയാൽ രക്ഷപ്പെടും, മാറി നിന്നാൽ അവൻ നശിച്ചു തന്നെ എന്നാണ്. നൂഹ് നബിയുടെ കപ്പലിന്റെ പ്രത്യേകത, അതിൽ കയറണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഉണ്ടായാൽ പോരാ, അതിൽ കയറുകയും വേണം. കപ്പലിൽ കയറണോ തൗഹീദ് വേണം. തൗഹീദ് എനിക്ക് വേണ്ട, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞാൽ ഇല്ല, പ്രവേശനമില്ല. തൗഹീദ് ഉണ്ട്, കപ്പൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാലോ രക്ഷപ്പെടില്ല, അവൻ മരിച്ചു പോകും. ആ സ്ഥാനത്താണ് ഹദീസ്. ഖുർആൻ മതി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. എന്നാ ഹദീസ് സ്വീകരിക്കാതെ ഖുർആൻ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഖുർആനും ഹദീസിനെയും വേർതിരിച്ചുകൊണ്ട് രണ്ടും രണ്ടാക്കുക എന്നത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല. അതിനാൽ ഹദീസിൻ്റെ മഹത്വത്തെ, പ്രാമാണികതയെ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുക മാത്രമല്ല, അതിനെതിരെ വരുന്ന ഇത്തരം ഒരർത്ഥവുമില്ലാത്ത വില കുറഞ്ഞ നിഷേധ പ്രവണതകളെ, വിമർശനങ്ങളെ, പരിഹാസങ്ങളെ, ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ കൂടി നമ്മുടെ സമയവും സമ്പത്തും വിനിയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.